2026 വിഷു വർഷഫലം പൂരാടം നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2026 വിഷു ഫലം അനുസരിച്ച് പുതിയ അവസരങ്ങളും പുതിയ മാർഗങ്ങളും ഒക്കെ തുറന്നു കിട്ടുന്നതാണ്. ശനിദോഷം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പൊട്ടൻഷ്യലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വെല്ലുവിളികൾ പലതും ഏറ്റെടുക്കേണ്ടി വരും. ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകാം. പല രംഗത്തും അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ നിങ്ങളെ കർമ്മനിരതരായിട്ടിരുന്ന് ശല്യം ചെയ്യുന്നൊരവസ്ഥയാണ്. കഠിന പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വിജയം വരിക്കാനൊക്കെ കഴിയുന്നൊരു വർഷം തന്നെയാണ്. നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുക, അലസതയും മടിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും നിങ്ങൾക്ക് വിജയം ഭവിക്കാനൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ യഥാസമയം വൈദ്യ ചികിത്സകളൊക്കെ തേടുന്നത് നന്നായിരിക്കും. ശനിയുടെ ഒരു ഗോചരം എന്ന് പറയുന്നത് ആരോഗ്യ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വർഷാവസാനം നല്ല തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗത്തിലെ പ്രമോഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രമോഷനും സാഹചര്യങ്ങൾ തെളിയുന്നുണ്ട്. അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും പല ധന നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷമാണ്. പൊതുവിൽ പറഞ്ഞാൽ കുടുംബത്തിലൊരു സമാധാനവും ഐക്യവും സന്തോഷവും ഒക്കെ കളിയാടുന്നതാണ്. കഠിന പരിശ്രമം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതും. വാഹനം വാങ്ങാനോ വിൽക്കാനോ ഒക്കെ യോഗം കാണുന്നു. വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉദയം ചെയ്തേക്കാം. വിവാഹ തീരുമാനമാവുകയും പിന്നെ അത് നടക്കാതെ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരാം. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാക്കാം. പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കിയിട്ട് ജാതകം പരിശോധിച്ച് അതിന് തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നതാണ്. പൊതുവെ തൃപ്തികരമായിരിക്കുന്ന കാര്യങ്ങളാണ് വർഷാവസാനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ കൃഷ്ണന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാടായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ കളഭം ചാർത്ത് ഇതൊക്കെ നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. തുളസിമാല കൃഷ്ണക്ഷേത്ര ദർശനം നടത്തിയിട്ട് വീടിനടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തി തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നത്, നിങ്ങൾക്ക് മാല കെട്ടാൻ അറിയുമെങ്കിൽ ശുദ്ധമായിട്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധയോടുകൂടി ഏകാഗ്രതയോടും മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി നിങ്ങൾ തന്നെ മാല കെട്ടി ഭഗവാൻ അർപ്പിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. അതുപോലെ നിരന്തരമായിട്ട് ശ്രീസൂക്തം ഭാഗ്യസൂക്തം എല്ലാ വ്യാഴാഴ്ചയും സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. 5 തിരിയിട്ട നിലവിളക്കിന് മുന്നിലിരുന്ന് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ഭാഗ്യസൂക്തം ശ്രീസൂക്തം ഒക്കെ നിങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ കുറേയേറെ ധനനേട്ടങ്ങൾക്കും നിങ്ങളുടെ ആദായങ്ങൾക്കും ഒക്കെ നല്ലതാണ്. വ്യവഹാര വിജയമൊക്കെ ഉണ്ടാകുന്നതാണ്. കേസ് കോടതിയൊക്കെ ഉള്ളവർക്ക് വ്യവഹാരത്തിലൊക്കെ വിജയം വന്നു ഭവിക്കുന്നതാണ് വർഷ അവസാനത്തോടു കൂടി.